നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എന്തൊരു പോരാട്ടമാണ് ഫ്രാൻസും സ്പെയിനും തമ്മിൽ നടന്നത്. ഫ്രാൻസ് എന്ന കടമ്പ ഒരുവിധം കടന്ന് സ്പെയിൻ 5-4 സ്പെയിന് മറികടന്നത്. അവർ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഫൈനലിൽ കാത്തിരിക്കുന്നത് ആതിഥേയരായിട്ട് ജർമ്മനിയെ പരാജയപ്പെടുത്തിയെത്തുന്ന പോർച്ചുഗലാണ്. പോർച്ചുഗലും സ്പെയിനും തമ്മിലാണ് ഫൈനൽ മത്സരം. യെസ്, ലമിൻ യമാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും ആദ്യമായിട്ട് നേർക്ക് നേർ വരുന്ന മത്സരം. ഫുട്ബോൾ ലോകത്ത് കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് തലപ്പത്ത് വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, ഫുട്ബോൾ ലോകത്ത് പുത്തൻ താരോദയമായ ലാമിൻ യമാൽ, 17ന്റെ ചുറുചുറുക്കിൽ യമാൽ എത്തുമ്പോൾ 40ന്റെ പരിചയ സമ്പന്നതയിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത്. അവർ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടുമ്പോൾ ആര് കിരീടം ചൂടും എന്നതാണ് ചോദ്യം. മത്സരം നടക്കുന്നത് ഇതാ ഞായറാഴ്ചയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് മത്സരം. ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഈ ഒരു മത്സരം അലിയൻസ് അരീനയിൽ നടക്കുന്നത്. അതിനു മുമ്പ് 3-ാം സ്ഥാനത്തുള്ള മത്സരം നടക്കുന്നുണ്ട്. അത് ഫ്രാൻസും ജർമ്മനിയും തമ്മിലാണ്. ഏതായാലും കിടിലൻ ടീമുണ്ട് രണ്ടു ഭാഗത്തും. യുവതാരങ്ങളുടെ മികവിലാണ് സ്പാനിഷ് പടയുടെ കുതിപ്പെങ്കിൽ മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ, ബെർണാഡോ സിൽവ തുടങ്ങിയ വെറ്ററന്മാരുണ്ട്. ഒപ്പം തന്നെ വിറ്റിജയെ പോലെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പൊളിച്ചടുക്കിയ താരമുണ്ട്. ന്യൂനോ മെൻഡസ് ഉണ്ട്. അങ്ങനെ മികച്ച ടീം പോർച്ചുഗലിന്റെ ഭാഗത്തുമുണ്ട്. ആര് വിജയിക്കും? കാത്തിരുന്ന് കാണാം. ഈ കിരീടം ആര് സ്വന്തമാക്കും? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.